ആലപ്പുഴയിൽ 2 യുവാക്കളെ സംഘം ചേർന്ന് ആക്രമിച്ചു. പുറത്തുനിന്നെത്തിയവർ ഉത്സവപ്പറമ്പിൽ തുള്ളി. അതാണ് മർദ്ദനത്തിന് കാരണമായത്. നീർക്കുന്നം കളപ്പുരയ്ക്കൽ ക്ഷേത്രത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ആ ദൃശ്യങ്ങളിലേക്ക്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, വല്ലാതെ മർദ്ദിക്കുന്നുണ്ട്. അത് 2 ടീമായിട്ട് തിരിഞ്ഞിട്ടുള്ള ഒരു സംഘമായി ചേർന്നിട്ട് അങ്ങനെയുള്ളൊരു മർദ്ദനമാണോ? ഒരാളെ തന്നെ മർദ്ദിക്കുന്നത് പോലെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ സംഭവം നടക്കുന്നത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിന് പുറകിലുള്ള നീർക്കുന്നം കളപ്പുരയ്ക്കൽ ക്ഷേത്രത്തിലാണ്. അവിടെ കഴിഞ്ഞ ദിവസമായിരുന്നു, 2 ദിവസങ്ങൾക്ക് മുൻപാണ് അവിടെ 8ാം ഉത്സവമായിരുന്നു. ആ സമയത്ത് ഗാനമേളയും ചെണ്ടകള അടക്കമുള്ള പരിപാടികൾ ഈ ക്ഷേത്ര മൈതാനത്തുണ്ടായിരുന്നു. പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഉള്ള അവിടുത്തെ ചില ചെറുപ്പക്കാർ പറയുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവപ്പറമ്പിൽ നടക്കുന്ന പരിപാടികൾക്കിടയിൽ പുറത്തു നിന്നെത്തുന്നത്, അതായത് ആ ഗ്രാമത്തിലുള്ള അല്ലാതെ പുറത്തു നിന്നെത്തുന്ന ആളുകൾ ഏതെങ്കിലും രീതിയിൽ തുള്ളുകയോ അല്ലെങ്കിൽ നൃത്തം ചെയ്യുകയൊക്കെ ചെയ്താൽ ഇവർ പ്രകോപനം അങ്ങോട്ടേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ 2 ചെറുപ്പക്കാർ 19-20 വയസ്സുള്ള പ്രായമുള്ള ചെറുപ്പക്കാർ ചെണ്ടകളത്തിനിടയിൽ തുള്ളിയിരുന്നു. അവർ പിന്നീട് ഉത്സവപ്പറമ്പിൽ ആ തുള്ളലിന് ശേഷം വന്നിരുന്ന സമയത്താണ് ഇവരുമായി തർക്കമുണ്ടാകുന്നത്. പിന്നീട് 12ഓളം പേർ ചേർന്നാണ് 2 പേരെ ക്രൂരമായി ആ ഉത്സവപ്പറമ്പിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ പകർത്തി. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസിനോട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ പരാതി ഇല്ലാത്തതിനാൽ അമ്പലപ്പുഴ പോലീസ് കേസ് എടുത്തില്ലെന്നാണ് പറയുന്നത്. ഇവർ ഈ 2 ചെറുപ്പക്കാർ ആശുപത്രിയിലോ മറ്റോ ചികിത്സ തേടിയിട്ടില്ല, വീട്ടിൽ തന്നെ സ്വയം ചികിത്സ നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊരാൾക്ക് വയറിൽ ഇപ്പോഴും വേദനയുണ്ട്, ശരീരത്തിൽ നീർക്കെട്ടുണ്ട് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്നാണെങ്കിൽ അമ്പലപ്പുഴ പോലീസ് ഇപ്പോൾ ഈ വിഷയം കൂടുതലായി അന്വേഷിക്കുന്നുണ്ട്. സ്മിത.